എന്റെ പെണ്ണും മിസ്സാവുന്ന തോന്നണേ. നമ്മളിപ്പോ തുല്യ ദുഃഖിതരായില്ലട വാവേ. നീ എന്നെ പ്രാവിയായിരുന്നോടാ വാവേ? അങ്ങനെ തോന്നിയോ? അപ്പൊ നീ പ്രാവിയല്ലട പഴുതേ. ബിന്ദു പിന്നെ വെച്ചിട്ട് കളിക്കണോക്കി. ഏ ബിന്ദു, എന്തുട്ട് പൂത്തിരി വെച്ച് കളിക്കണേ? ഞാൻ പറഞ്ഞാൽ ഈ പറമ്പിൽ ഈ പരിപാടി നടക്കില്ലെന്ന്. എല്ലായിടത്തും മാറ്റടാ. എടാ കണ്ടിന്യൂ ചെയ്തോട്ടാ. കാണിക്കണത് കാണുന്നില്ലേ? പറഞ്ഞ പോലെ പുതിയ അഡ്മിഷൻ വന്നിട്ടുണ്ട്. ഇനി അഡ്മിഷൻ വേണ്ടെന്നേ, സ്കൂളാ പൂട്ടി. ഇപ്പൊ വരും. എന്ത് ഇതാ ഒരു സ്റ്റുഡന്റ്, വേറെയും വരും. ഇനി ആരും വരണമെന്നില്ല. കേട്ടില്ലേ? ഇനി ആരും വരണമെന്നില്ല, എല്ലാരും പറഞ്ഞു. അക്കടാങ്ങൾ പഠിച്ചോട്ടറാ. അപ്പൊ ഞാൻ ബ്ലിങ് ആവില്ലേ? ചേച്ചി ഓ ഒരു മിനിറ്റ്. ഓ നീ വന്നില്ലായിരുന്നെങ്കിലേ പൂട്ടേണ്ടി വന്നേനെ. അതെ, ഇത് ഡെയിലി നടക്കില്ലട്ടോ. ഇടയ്ക്കിടയ്ക്ക് മതി. നീ 2 റൗണ്ട് എടുത്ത് സ്ഥലം വിട്ടു. ടീച്ചറും തൊട്ട് ഡയലോഗ് അടിച്ച് ഫീസ് അടയ്ക്കുന്നവര് മുഷിപ്പിക്കണേ. പെട്ടെന്ന് തുടങ്ങുന്നു. ബിന്ദു ടീച്ചറെ. ബിന്ദു, നീ എന്തുടനെ ഇപ്പൊ വിളിച്ചേ? ജോർജല്ലേ വിളിച്ചേ? ഞാനല്ലേ വിളിച്ചേ. നീ എന്തിനാ ബിഞ്ചു ഹെഡേക്കാക്കില്ലട്ടാ? എന്തുട്ടാ ജോർജേട്ടാ? അലക്രാവിനെ പേഴ്സണലായിട്ട് പരിചയണ്ടാ? ഓ അറിയാം. ആ കുട്ടീനെ ഈ കന്യാസ്ത്രീ അങ്ങനെ വല്ല പരിപാടികൾക്ക് നല്ല പ്ലാൻ ഉണ്ടാ? അതെ, ഇവളുടെ അനിയനെ കുറച്ചു നാൾ മുമ്പ് വിട്ടുമാറാത്ത ഒരു പനി വന്നു. അപ്പൊ അവളുടെ വല്യമ്മച്ച് നേർന്നതാ. പനി ഭേദായ അവളെ മടത്തി ചേർത്തോളാം. നമ്മുടെ നാട്ടില് കേരളത്തിലെ only 10 ബോയ്സിന് 8 ഗേൾസ് ഉള്ളൂ. അപ്പൊ ഇങ്ങനെ കാണാൻ കൊള്ളാവുന്ന ആമിട്ട് പെമ്പിള്ളേർ ഇങ്ങനെ തീരുമാനിച്ചതിന് ശരിയാവണേ. നീ എന്തൊക്കെ പറയണേ? അങ്ങോട്ട് മാറിന്നേ. എന്നാ വിട്ടുമാറ്റിക്കോ, അതിനാ പറയാ. സോറിട്ട മങ്ങളെ. അല്ല, നിങ്ങള് ഫ്രണ്ട്സിനൊക്കെ ഒന്നും ഉപദേശിക്കായിരുന്നില്ലേ? ഇതൊക്കെ ചെയ്തതാ. എന്നാലും ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അതാവണം ഇതാവണം അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? അത് പറഞ്ഞപ്പോ അവള് പറയാ, അവളുടെ അമ്മച്ചി അവളോട് പറഞ്ഞൂന്ന്, ചെറുപ്പം മുതലേ ഒരു പെൺകുട്ടിക്ക് വേണ്ട ആ 3 കാര്യങ്ങൾ അവക്കില്ലാന്ന്. ചേച്ചി, ആ ഒരു മിനിറ്റ്. അല്ല 3 ഉണ്ടല്ലോ അവിടെ. ഞാൻ 3 കണ്ട്. മനസ്സിന് മാച്ചളഞ്ഞേ എന്തുട്ട എണ്ണണേ? മെറിലെന്ന് പറഞ്ഞ നിങ്ങളുടെ പെങ്ങളാണ്. എന്നാലും ജോർജ് ഇത് എന്തുട്ട എന്നാലും പെങ്ങള് അത് മനസ്സിലാ വച്ചോളൂട്ടാ. ഈ ജന്തുന്റെ പേരെന്തുട്ടാ? ബിന്ദു. ഓ അതെ, ചോദിക്കണോണ്ടൊന്നും തോന്നരുതട്ടാ. ഈ പെൺകുട്ടികൾക്ക് വേണ്ട 3 കാര്യങ്ങൾ എന്തിട്ടാണ്? കൊതി, മോഹം, വാശി. മനസ്സിലായില്ല? ആശ, ആഗ്രഹം, പ്രണയം. ഇത് തന്നെ ഞങ്ങളും പറഞ്ഞില്ല. ഊബിയാറ് കാതല് മനസ്സിലായോ? നീ വല്ലാതെ തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു ജോർജ്. നിന്റെ മനസ്സിലെന്താണ്? ഒന്ന് പോയണ്ട ചോറിടാക്കളെ. അതെ, ഒരു സ്റ്റോപ്പ് ഇട്ടോട്ടോ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒന്നങ്ങോട്ട് പൊക്കോളൂ. നമ്മുടെ വീട്ടിലേ കുഴിയിലേക്ക് കാല് നീട്ടിരിക്കുന്ന ഒരു എല്ലുപിടി തള്ളയില്ലേ? ഹൈ, നമ്മുടെ വല്യമ്മച്ചി അവരെന്താ പറഞ്ഞതിന്റെ പേരില് ചില തീരുമാനങ്ങൾ എടുത്തോട്ട് ശരിയായില്ലട്ടാ. ബിന്ദു ടീച്ചർ പറഞ്ഞു ഒരു പെൺകുട്ടിക്ക് വേണ്ട 3 കാര്യങ്ങൾ തനിക്കില്ലെന്ന്. കൊതി, മോഹം, വാശി. ആ 3 കാര്യങ്ങൾ തനിക്കുണ്ടെന്ന് ഞാൻ തെളിയിച്ച താൻ പിന്നെ കർത്താവിന്റെ മണവാട്ടിയല്ല, ഈ ജോർജന്റെ മണവാട്ടിയാ. ഇനി ഇത് നിന്റെയൊക്കെ പെങ്ങളാട്ടാ. ഈ ആൾത്തറയില് ഇത്ര വലിയ ആൾക്കാരുന്ന സ്ഥലം എന്നറിയാം നിനക്ക്? യു മീൻ ലാലേട്ടൻ പാർവതി? ഹൈ, ഭയങ്കര പോസിറ്റീവ് എനർജി ഉള്ള സ്ഥലമാണത്. ഇതുപോലെ ആവണം നമ്മുടെ പറമ്പും. തൃശ്ശൂരുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരാണിത്. ഇതുപോലെ ഇടത്തിരിഞ്ഞയുടെ പ്രസ്റ്റീജ് ആവണം നമ്മുടെ പറമ്പും. മത്തായി പറമ്പിൽ അമ്പലം പണിയാൻ പോന്നി? ഹൈ, അല്ല ഇഷ്ടാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊരു തോന്നൽ വരെന്ന് പറയില്ലേ? അങ്ങനെ തോന്നേണ്ട കാര്യമുണ്ടോ നമുക്ക്? ഇന്ന് വരെ അല്ല, 2-3 ദിവസം മുമ്പ് വരെ ഒരു ലക്ഷ്യബോധം ഇല്ലാണ്ടിരുന്നതാ. അപ്പോഴാണ് നമ്മുടെ ജീസേട്ടൻ പറയാണ്, നമ്മുടെ കർത്താവടാ, എടാ ജോർജ്, നിന്നെ ഭൂമിയിലെ കുട്ടി രേമുണ്ട് എന്ന് പറഞ്ഞ അവളെ അങ്ങോട്ട് കാണിച്ചു തരില്ലേ? അങ്ങനെ ശരിയാണ്. ആ കടാവണ കർത്താവിനെ മണവാട്ടി നടക്കണല്ലേ? അവൻ പോണല്ലുള്ളൂ. അതിനു മുമ്പ് എനിക്ക് കാണിച്ചു. വയ്യ ഇത്രയും ബ്യൂട്ടിയുള്ള കുട്ടീനെ എനിക്ക് കാണിച്ചു തന്നിട്ട് എനിക്ക് അവിടെ തരാതിരിക്കോ തമ്പുരാൻ? ഞാൻ ബൈബിള് പഠിച്ചിരുന്ന കാലത്തുള്ള കർത്താവ് ആ ടൈപ്പല്ല. ഭയങ്കര സാക്രിഫൈസ് മൈൻഡടാ. ലവ് ഉണ്ട് ബ്രോ. എന്തൊട്ട് കാക്കനെ നോക്കിട്ട് ഹായ് കാണിച്ചേ? ഞാൻ കാക്കനായതുകൊണ്ട് ആര് കേക്കണ്ടട്ടാ. പള്ളിയിലും പോവില്ല പീശ. ഹൈ, നമ്മടെ ഗഡിയല്ലിത്. ഇവിടെ എന്തുണ്ട് ഈ വഴിക്ക്? ജീസേട്ടാ, ഇതും ഒരു സൈനാണാ.
നമ്മളിരുന്നപ്പോ ഇത്ര ഹൈറ്റ് ഫീൽ ചെയ്തില്ലല്ലോ. ഒരു ഗ്യാപ്പ് കിട്ടി ആൾത്തറൊക്കെ കയറി വളരുക. ശിവേട്ടൻ, നിങ്ങളും ജീസും വലിയ ഗടികളാന്നറിയാം. അതുകൊണ്ട് പറയാ, നമ്മുടെ കൂടെ നിന്നേക്കണം ട്ടാ. ചേട്ടാ, ഒരു നെല്ലിക്ക. കണ്ടിട്ട് കൊതി തോന്നുന്നുണ്ട് അല്ലേ? ആ 3 കാര്യങ്ങളിൽ ഒന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പായിട്ടാ. സംഗതി പോസിറ്റീവാണെന്ന് കാണിച്ചെന്നത് നിങ്ങളാണ് ജീസേട്ട. അപ്പൊ ഇനി ഞാൻ ഇവളെ അങ്ങോട്ട് വിട്ടു തരില്ലട്ടാ. തനി ഫ്രൂട്ട് ഒന്ന് വിട്ടുവരോ? ആ ഫ്രൂട്ട് ഒഴിച്ച് ബാക്കി എന്തും ഞാൻ വിട്ടു തരും. എടാ, നമ്മളാദ്യമായിട്ട് എന്റെ മേളിൽ വന്ന എപ്പോഴാന്നോ ട്യൂഷൻ ടീച്ചർ സീൻ അടിച്ചു. ഞാൻ അന്നേ പറഞ്ഞില്ലടാ, നമുക്ക് എപ്പോഴും ഈ വാട്ടട്ടങ്ങി പറമ്പുണ്ടാവുള്ളൂ. പറമ്പ് കാരണം നമ്മൾ വലിയ നിലയിൽ എത്തുന്നൂടെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ എത്തൂടാ, എത്തും. ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് ഈ പറമ്പിലേ ഒരു 10-20 സെന്റ് അടുത്ത് കൃഷി കൊണ്ട് പഠിച്ചാലോ? ഹൈ, ജൈവ പച്ചക്കറിക്ക് ഇപ്പൊ ഭയങ്കര ഡിമാൻഡാ. പരിപാടി കൊള്ളാം. ആര് കളിക്കും? അപ്പൊ അത് ക്യാൻസൽ ചെയ്യല്ലേ? ക്യാൻസൽ ചെയ്യുന്ന എടാ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 3-4 പീഡിയ മുറി പണിതിട്ട് വാടകയ്ക്ക് കൊടുത്താലോ? ഉഗ്രം പരിപാടിയാ. മലയാളി സ്ഥിരം പരിപാടിയാ. മേശ ഇട്ടിരുന്ന് കാശ മേടിച്ചാൽ മതി. അതാണ് ഒരു പീഡിയ മുറി നമുക്ക് നമ്മുടെ കയ്യിൽ വെക്കണം. എന്നിട്ട് ഭയങ്കര രസമുള്ള ഒരു ബിസിനസ് ചെയ്യണം. ഭയങ്കര മേലനങ്ങാത്ത കനുമില്ലാത്തൊരു ബിസിനസ്. പഞ്ഞിക്കട തുടങ്ങാം. പഞ്ഞി എന്ന് പറയുമ്പോ വല്ലാണ്ട് കാലം കുറച്ചും കൂടി ഇംപ്രസീവ് ആയിട്ട് കേൾക്കുമ്പോ കോഴിക്കോട്ടത്തിന്റെ ഉഗ്രം ബിസിനസ് അത്. അതാവുമ്പോ ചീത്തയാവൂല്ലോ, ആരും എടുത്തൊന്നും പോവില്ല. ഉഗ്രം പരിപാടി. എടാ എടാ, കസ്റ്റമേഴ്സ് വരുന്ന ഒരു ബിസിനസ് ഉണ്ടല്ലോ, കസ്റ്റമേഴ്സ് വരണം. അതിന്റെ ആവശ്യമുണ്ടോ? ഫസ്റ്റ് കസ്റ്റമർ വന്നല്ലോ. ജോർജിന്റെ അമ്മച്ചിയല്ലേ അത്? അമ്മച്ചിയാ? വീട്ടിലെ ധൈര്യം ഒരു സെന്റിമെന്റ്സ് ഒക്കെ പറഞ്ഞ് എന്നെ വിളിക്കൂട്ടോ. അതെ, ഒരാവശ്യമില്ലാണ്ട് നിന്നെ കണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ 3 പേരാ ഞങ്ങള്. ജോർജ്, അമ്മച്ചി വെറുതെ സെന്റ് റോൾ അടിച്ചിട്ട് എന്നെ വീട്ടിലേക്ക് വിളിക്കാൻ നോക്കണ്ടട്ടാ. ഞാൻ വരില്ല. യു നോ സംതിങ് അമ്മച്ചി, എപ്പോ വേണേലും കേറി ചെല്ലാനും ഇറങ്ങി പോവാനും പറ്റുന്ന സ്ഥലമായിരിക്കണം നമ്മുടെ വീട്. കേറി വാട മക്കളെ എന്ന് പറഞ്ഞ ആളായിരിക്കണം നമ്മുടെ അപ്പൻ. അങ്ങനെ നോക്കുമ്പോ ഞാൻ ഓർപ്പിച്ച് പറയണു, ഇത് തന്നെയാണ് എന്റെ വീട്. കശനണ്ടി പോലെ വളഞ്ഞടന്ന് ചൊറിഞ്ഞോണ്ടിരിക്കുന്ന സാധനം ഉണ്ടല്ല, അത് തന്നെയാണ് എന്റെ അപ്പൻ. ജോർജേ. എന്തൊട്ട് ജോർജേ? ഇവിടെ എനിക്ക് എന്ത് കുറവാണ് അമ്മച്ചി? ആ ശരിയാണ്, വീട്ടിലാകുമ്പോ കട്ടിലുണ്ട്, കിടക്കുണ്ട്, കമ്പിളിപ്പോപ്പുണ്ട്, കുക്കു കുളിക്കാൻ വെള്ളമുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, സോപ്പുണ്ട്, കഴിക്കാൻ നല്ല ഭക്ഷണമുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ അമ്മച്ചി. ഇറങ്ങി പോരുകയും ചെയ്ത്. അല്ല അല്ല അമ്മച്ചി, ഇനി തിരിച്ച് വീട്ടിൽ കയറാൻ വല്ല ഐഡിയ ഉണ്ട് അമ്മച്ചി? അത് പറയാനാ ഞാൻ വന്നത്. ഹൈ, ഐഡിയ കേട്ട് വന്നിരിക്കണ കൊച്ചു മേഴ്സി കുട്ടി. നീ ഒരു കൂടെ നിൽക്കണം കേട്ടോ. അപ്പനെ നൈസായിട്ട് പണി കൊടുത്തിട്ടാണ് അകത്ത് കയറാൻ. എന്തുട്ട് ഐഡിയ എന്ന് പറയാൻ വെച്ചി? നീ ഒരു കാരണവശാലും ഇനി വീട്ടിലേക്ക് കയറണ്ട. പ്ലിങ്ങായോ? വല്ലാണ്ട്. നല്ല മക്കൾ ഉണ്ടാവുകയല്ല ചെയ്യണത്, അങ്ങനെ വളർത്തിയെടുക്കണത്. എനിക്കതിന് സാധിച്ചില്ല. നീ ഇനി വീട്ടിലേക്ക് വരണ്ടെന്ന് പറയണത് നിനക്കുള്ള ശിക്ഷയല്ല, എനിക്കുള്ളതാ. അത് ഞാൻ സഹിക്കാൻ തീരുമാനിച്ചു. വാടേ. അമ്മച്ചൊന്ന് റീതിങ്ക് ചെയ്യോ? എന്തുട്ടടാ അവിടെ പറമ്പില്?
ജോർജ് ഏറ്റേ പിള്ളേരെ ഉറങ്ങണ മതിയാ എന്തുട്ടാണ്? അവിടെ അവിടെ നിങ്ങളൊക്കെ ആരാ? എന്തുട്ടാ അവിടെ കാണിക്കണേ? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? പറമ്പളക്കാണ്. പറമ്പളക്കേ? ആരടാ നമ്മുടെ തേങ്ങ ഉണ്ടാക്കാൻ? ഞങ്ങളോട് എന്തുകൊണ്ടാ ചൂടാണ്? കാർമ്മ ചാരിക്കുന്ന ആളുണ്ടല്ലോ, മൂപ്പര് പറഞ്ഞിട്ടാ.